എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമടയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക്. പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ. അന്ന് പി ഡി സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്നെഴുതിച്ചു. ഇപ്പൊ ഇനി ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. അയ്യോ, ഞാൻ എല്ലാം സംഭവിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ സൈഡിൽ പോകാൻ വന്ന ഒരാളാണ് ഞാൻ. അതെങ്ങനെ തോണ്ടി തോണ്ടി എന്നെ എല്ലായിടത്തും എത്തിക്കുകയാണ്. പിന്നെ അല്ലാണ്ട് എന്താണ്, സ്ഥിരം പരിപാടിയാണ്. എനിക്കതൊന്നും പുത്തിരിയല്ല. ഇത് ഒരുപാട് കൊല്ലങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ഭയക്കുന്നില്ലെന്നേ ആക്രമണത്തെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരുമോ? അപ്പൊ എന്നെ വീട്ടിൽ കയറ്റി തന്നു നോക്കിയാണ് പേടിപ്പിച്ച്. അത് നടക്കില്ല. ഇത് കണ്ണൂരല്ല, ഇത് കൊച്ചിയാണ്, എറണാകുളമാണ്. ഇതൊക്കെ എന്ത്? ഓക്കെ, താങ്ക് യു. ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയമായി, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്തത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയിട്ടോ, കറണ്ടൊക്കെ അടിപ്പിച്ച് പോയി. ഇപ്പൊ ആള് പോയി. ഞാൻ ഷൂട്ടിന് പോലും ഒഴിവെടുത്തിട്ട് വന്നത് ക്ലാപ്പടിക്കാൻ വേണ്ടി മാത്രമാണ്. രാമസയുടെ കിട്ടായ പണികളെല്ലാം ക്ലാപ്പടിച്ചതാണ്. ഇതിന് ആവശ്യം പുറത്തു പറയില്ല. അപ്പൊ ഞാൻ തന്നെ പറയുന്നത് എന്റെ ആവശ്യമായതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പൊ ഈ സൂപ്പറിറ്റാണല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ, ക്ലാപ്പടിച്ചാണല്ലോ. അപ്പോ എന്റെ 2 സ്നേഹിതന്മാർ ഈ ചിത്രത്തിൽ ഞാനുണ്ട്, അഭിനയിക്കുന്നുണ്ട്. എന്റെ 2 സ്നേഹിതന്മാരാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ദിലീപും രാധശ്രീയും. അപ്പൊ ഞാൻ എന്നെ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ രാധശ്രീയോട് പറഞ്ഞു, ഞാൻ 2 പേരും കൂടിയാണ്. അപ്പോൾ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അപ്പൊ തന്നെ തീരുമാനമായി എന്ന് നല്ല ഉറപ്പും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെ അതെ, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം തരാം. അപ്പോ ഈ ചിത്രത്തിൽ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാനും ഒരുപാട് ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനും സർവശക്തൻ ഇവർക്കും എനിക്കും അവസരം ഉണ്ടാക്കി തരട്ടെ. അതുപോലെ മൂലക്ക് വരാൻ നിങ്ങൾക്കും